السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലും ഈ കേൾക്കലും പറയലും ചോദിക്കലും മറുപടി പറയലും ഒക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമലുകളെ കുറിച്ച് ഉൾപ്പെടുത്തി തരട്ടെ. വിശുദ്ധ റമളാനിൽ അള്ളാഹുവിന്റെ ദീനിന് നാം നൽകുന്ന ഒരു ഖിദ്മത്ത് ആയി അള്ളാഹു ഇത് കബൂൽ ചെയ്യുകയും അതിനുള്ള പൂർണ്ണമായ സവാബ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അപകടകരമായ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ ഇൻഷാ അള്ളാഹ് ഇനിയിവിടെ ബഹുമാനപ്പെട്ട എം ടി താരിമിന്റെ ക്ലാസ്സാണ് നടക്കാനിരിക്കുന്നത്. അതിന്റെ ഇടയിൽ മുഹമ്മദ് സൈദിയുടെ ക്ലാസ്സാണ് ഇവിടെ ടെസ്റ്റ് കണ്ടിരുന്നോ? ഇല്ല അമീർ, മുഹമ്മദ് സൈദിയുടെ ക്ലാസ് ഇല്ലേ? എം ടി താരിമിന്റെ നാളെ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എം ടി താരിമിന്റെ ക്ലാസ് ഉണ്ടാവും അല്ലേ? ഇൻഷാ അള്ളാഹ് അത് എല്ലാവരും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം. എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. എം ടി ദാരിമിന്റെ ഒക്കെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചോദ്യങ്ങളും ചോദിക്കുക അത് കഴിഞ്ഞ ശേഷം. അതുകൊണ്ട് എം ടി ദാരിമി പറഞ്ഞതിന് മുമ്പായിട്ട് ഇനി ഈ മറ്റേ വിഭാഗത്തിനെ കൊണ്ട് ക്ഷണിച്ചോളുണ്ട്. സമസ്തക്കാരല്ലാത്ത ആളുകളൊക്കെ, ജമാഅത്തുകാരാകട്ടെ, മുജാഹിദീങ്ങളാവട്ടെ, ഇനി അതല്ല ഇനി വ്യാജത്ത് ജഗത്തുകാരാവട്ടെ, അതല്ല ഇനി ആധുനിക എന്താ വേറെ ഒരു വിഭാഗം ഉണ്ടാവുക, ആരാവട്ടെ, അവരൊക്കെ ഒന്ന് ക്ഷണിച്ചോളുണ്ട് എല്ലാവരും. അവരെ എം ടി ദാരിമിന്റെ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുവാനും പിന്നെ ചോദ്യങ്ങൾക്ക് സംശയം ചോദ്യം ചോദിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ നമ്മുടെ ആധുനിക ഹോബി മറ്റേ ആരാണ് ഇസ്ലാഹി വണ്ണൊക്കെ ഉണ്ടല്ലോ, വേറെ ആരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കൊണ്ടുവരാൻ നന്നായിരിക്കും. ഇതിന്റെ മുമ്പായിട്ട് ഒരു PM മാത്രമാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ അതിനൊന്ന് മറുപടി പറയുമ്പോഴേക്കും എം ടി ദാരിമിൽ എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എത്തുന്നില്ല എങ്കിൽ നേരത്തെ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സിംസാറുൽ ഹഖൂദവിയുടെ ക്ലാസ്, ആ പ്രസംഗം അത് വളരെയധികം ഫലം ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. അത് പ്ലേ ചെയ്യുന്നത് നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പെരുന്നാൾ വെള്ളിയാഴ്ച ആയാൽ വന്നാൽ രണ്ടു കൂടെ എന്തിനാണ്? പെരുന്നാൾ നിസ്കരിച്ചാൽ ജുമുഅ നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് കേട്ടു. ദുഹർ നിസ്കരിച്ചാൽ മതിയാകും എന്ന് കേൾക്കുന്നു. സൗദി മുഫ്തിയുടെ ഫത്വയാണ്. ഇങ്ങനെ ഈ ചോദിച്ച ആൾ കൊണ്ട ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടോന്ന്, PM ചെയ്ത ആൾ ഇവിടെ ഉണ്ടാ? അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞ കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടാ? കുറച്ച് ആൾക്കാർ കാര്യമായ മസലേനായി അതൊക്കെ പറയുമ്പോഴേ ഉണ്ടല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും ശരി, പെരുന്നാൾ വെള്ളിയാഴ്ചയായി വന്നാല് നമ്മുടെ മദ്ഹബ്, ഷാഫി മദ്ഹബ്, പട്ടണ നിവാസികളാണ് എങ്കിൽ, അതായത് അവരുടെ ആ മഹല്ല് എന്തുണ്ട്, ജുമുഅ ഉണ്ട്, പെരുന്നാൾ നിസ്കാരവും ജുമുഅയൊക്കെ ആ മഹല്ലിൽ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവരുള്ളത്. എന്നാൽ അവർക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ജുമുഅ നിർബന്ധമാണ്. അതായത് അവർ താമസിക്കുന്നത് പട്ടണത്തിലാണ്. പട്ടണത്തിൽ ഗ്രാമത്തിലല്ല എന്നർത്ഥം. ജുമുഅ ഇല്ലാത്ത ഗ്രാമത്തിലല്ല, ജുമുഅക്കുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവർ രാവിലെ എന്ത് ചെയ്തിരിക്കുന്നു? അവർ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് പോയിരിക്കുന്നു. എന്നാൽ അവർക്ക് ഇനി എന്തു നിർബന്ധമാണ്? ജുമുഅക്ക് പോലും നിർബന്ധമാണ്. ഇതാണ് നമ്മുടെ മദ്ഹബ്. പിന്നെ മറ്റൊരു വിഷയം, നേരെ മറ്റ് ഗ്രാമവാസിയാണ് നിൽക്കുക. എന്ന് വെച്ചാൽ ഒരു കറിയ താമസിക്കുന്ന ആ കറിയൽ എന്തില്ല, ആ കറിയൽ ജുമുഅ ഇല്ല. പിന്നെ ആ കറിയക്കാരൊക്കെ കൊടുക്കുക ജുമുഅക്ക് പോണത്, അവര് അതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പട്ടണത്തിലേക്കാണ് ജുമുഅക്ക് പോണത്. എന്താണ് ആ ഗ്രാമത്തില് ജുമുഅ ഇല്ലാതെ കാരണം? ജുമുഅ നിർബന്ധം സ്ഥാപിക്കണമെങ്കിൽ 40 ആൾക്കാർ വേണ്ടേ? പ്രായപൂർത്തിയെത്തിയ 40 ആളുകൾ വേണ്ടേ? പ്രായപൂർത്തിയെത്തിയ 40 ആളുകൾ ഇല്ലാത്ത ഒരു കറിയലാണ് താമസിക്കുന്നത്. അവരെന്ത് ചെയ്തിരിക്കുന്നു? രാവിലെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പെരുന്നാൾ ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന നിസ്കാരം സംഘടിപ്പിക്കപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്.
അങ്ങനെ അവരെന്ത് ചെയ്തു? ആ പെരുന്നാൾസ്കാരം കഴിഞ്ഞ ശേഷം അവരുടെ ഗ്രാമത്തിലേക്ക്, കറിയയിലേക്ക് അവർ തിരിച്ചെത്തി. ആ ഓല കറിയയിലാണെങ്കിലോ ഇനി ജുമാ ഇല്ലേനും, അവർക്ക് ഇനി ജുമാക്ക് പോകാൻ നിർബന്ധമില്ല. നമ്മുടെ മദ്ഹബ്, ഷാഫി മദ്ഹബ് അങ്ങനെ. മനസ്സിലായ? ഷാഫി മദ്ഹബേ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളാണ്. ആ ഗ്രാമത്തിൽ ജുമാ ഇല്ല. പിന്നെ ആ ഗ്രാമവാസികളൊക്കെ ജുമാക്ക് കൊടുക്കാൻ പോണത് അതിന്റെ തൊട്ടടുത്ത് ജുമായുള്ള സ്ഥലത്തേക്ക് അവർ പോകും. അതാണ് അവരുടെ പതിവ്. അങ്ങനെയുള്ള ഗ്രാമവാസികൾ പെരുന്നാൾ നിസ്കാരം സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് പോയി. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു, ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. ഇനി അവർക്ക് എന്ത് വേണ്ട? ഇനി ജുമാക്ക് പോകൽ അവരുടെ മേൽ നിർബന്ധമില്ല. ഓരോ നാട്ടില്, ഓരോ ഗ്രാമത്തിൽ ജുമാ ഇല്ലട്ടാ. അവരെ ഗ്രാമത്തിൽ ജുമാ ഇല്ല. അവർക്ക് ഇനി എന്ത് വേണ്ട? ജുമാക്ക് പോകാൻ നിർബന്ധമില്ല. പിന്നെ അവരെന്ത് ചെയ്താൽ മതി? ളുഹർ നിസ്കരിച്ചാൽ മതി. ഇതാണ് നമ്മുടെ മദ്ഹബ്. നേരെ മറിച്ച് അവരുടെ ഗ്രാമത്തിൽ എന്തുണ്ട്? ജുമാക്ക് ഉണ്ട്. അങ്ങനത്തെ സ്ഥല അവിടെ പെരുന്നാൾ നിസ്കാരം അവിടെ നടക്കുന്നുണ്ട്, ജുമായി അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് രാവിലെ ജുമാക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്നു, ഇനി അവർക്ക് ജുമാക്ക് പോകൽ നിർബന്ധമാണ്. ഇതല്ല പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പഴയ കാലത്ത്, ഇപ്പൊ എനിക്ക് വളരെ കുറവല്ലേ. ഇപ്പൊ ജുമാ ഇല്ലാത്ത ഗ്രാമങ്ങളൊക്കെ വളരെ കുറവാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ആനക്കര, മഹല്ല്, അതിന്റെ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ടായത്. വെള്ളാളൂര്, പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെന്താണ് ഇപ്പൊ വേറെ അങ്ങനെ ഒരു 3-4 ആനക്കരയുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കറിയകൾ, ഓരോ ഗ്രാമങ്ങൾ. അവിടെ ജുമാ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ആനക്കരയ്ക്കാണ് ജുമാക്ക് വന്നിരുന്നത് പഴയ കാലത്ത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാവേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അപ്പൊ അവര് രാവിലെ ആനക്കര പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്ത്? അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി. ഇനി ജുമാക്ക് എന്ത് വേണ്ട? അവര് വീണ്ടും ആനക്കരയിലേക്ക് വരൽ നിർബന്ധമില്ല. അതേസമയത്ത് ഇപ്പഴല്ല, ഇപ്പൊ ആ ഗ്രാമങ്ങളിലൊക്കെ ജുമാ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ ജുമാ ഉണ്ട്. അപ്പൊ അവർ പെരുന്നാൾ നിസ്കാരത്തിന് പോയാൽ ഇനി അവർ ജുമാ നിസ്കരിക്കലും അവരുടെ മേൽ നിർബന്ധമാണ്. അപ്പോ ഇതാണ് ഇപ്പൊ നമ്മുടെ മദ്ഹബ്. അതേ സമയത്ത് ഹനഫി മദ്ഹബ് അങ്ങനല്ല. ഹനഫി മദ്ഹബ് പട്ടണവാസികളാവട്ടെ ഗ്രാമവാസികളാവട്ടെ ആരാണെങ്കിലും ശരി, അവർക്ക് ജുമാക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോയാൽ പിന്നെ അവർക്ക് ജുമാക്ക് പോകാൻ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോയാലും പോയില്ലെങ്കിലും ജുമാ നിസ്കരിക്കൽ അവരുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് ഹനഫി മദ്ഹബ്. ഹംബലി മദ്ഹബ് അങ്ങനല്ല. ഹംബലി മദ്ഹബ് പട്ടണവാസികളാവട്ടെ ഗ്രാമവാസികളാവട്ടെ പെരുന്നാൾ നിസ്കാരത്തിന് പോയാൽ പിന്നെ ജുമാക്ക് പോയാൽ നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതിയെന്ന. മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെ ഇമാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ അറബി അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അറബി ഹംബലി മദ്ഹബുകാരനായിരിക്കും ചിലപ്പോഴേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉസ്താദെ, ആരുടേതാണെന്ന് അറിയാത്ത 2 കുപ്പി സംസം വെള്ളം ഉണ്ട്. അത് എന്താണ് ചെയ്യുക? അത് നിങ്ങളൊന്നും ചെയ്യണ്ട. അതൊരു പാത്തോടെ ഇരുന്നോട്ടെ. മറ്റൊരാളുടെ മുതൽ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ ഉത്തരവാദിയാവുന്ന നമ്മൾ ഒരു സ്ഥലത്തും ചെയ്ത് ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നിൽക്കുക. എന്നാൽ പിന്നെ നമ്മളതിന്റെ ഉത്തരവാദിയാ. കൈ കൊണ്ട് തൊട്ടാൽ മതി, അപ്പൊ അതിന്റെ ഉത്തരവാദിയാ. ഇനി അതിന്റെ അവകാശിക്ക് അത് എത്തിച്ചു കൊടുക്കൽ അവന്റെ മേലെ ബാധ്യതയാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് 2 കുപ്പി വെള്ളമുണ്ട്, ആരുടേന്ന് അറിയില്ല. നിങ്ങൾ തൊടണ്ട, അതൊരു പാത്തോട്ട് ഇരുന്നോട്ടെ. അത് കേടുന്നു പോയിക്കോട്ടെ. അതാണ്. ഇനി അഥവാ ഇനി കൈകൊണ്ട് തൊട്ട് നിൽക്കത്ത്, കൈകൊണ്ട് തൊട്ടാൽ ഇനി അതിന്റെ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കാനുള്ള പണിയൊക്കെ എടുക്കണം. അതിപ്പോ 2 കുപ്പി വളരെ വില പിടിച്ചൊരു സാധനം നിൽക്കുക, വില പിടിച്ച സാധനം. എന്നാ ഒരു കൊല്ലം പ്രചരണം നടത്തണമെന്ന ഒരു കൊല്ലം ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് വിളിച്ചു പറയുക, എഴുതി പറ്റിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു കൊല്ലം. ആരുടെയെങ്കിലും സാധനം പോയിട്ടുണ്ടോ അതിന്റെ തക്കതാ ഇന്ന ഒരു സാധനം എന്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ന തെളിവായി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഏൽപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യണം ഒരു കൊല്ലം. വിളിച്ചു പറയുക, എഴുതി പറ്റിക്കുക പോലത്തെ. അതിപ്പോ 2 കുപ്പി വെള്ളത്തിനല്ല കുറിച്ചല്ലേ പറഞ്ഞിട്ടാ. നല്ലൊരു വില പിടിപ്പുള്ള സാധനമാണെങ്കിൽ അത് വേണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു 1000 റുപ്യൊക്കെ അല്ലെ, ഒരു 1000 റുപ്യൊക്കെ കുറച്ച് ആളുകൾ ഒരു മെയിൻ ചെയ്യുന്ന പൈസ. അപ്പൊ 1000 ഒക്കെ ഒരു 1000 റുപ്യൊക്കെ നമ്മുടെ കൈ കിട്ടി നിൽക്കുക, കളഞ്ഞ് വഴി നിന്നിട്ട് കിട്ടി. എന്നാൽ അത് ഒരു കൊല്ലമൊക്കെ അത് പിന്നെ പരസ്യപ്പെടുത്തണം. ഒരു കൊല്ലം എന്നും ഇങ്ങനെ വ്യാപാരമാണെന്നല്ലേ പറഞ്ഞത്. അത് എഴുതി പറ്റിക്കുക, എവിടെയെങ്കിലും സ്ഥലത്ത് എഴുതി പറ്റിക്കുക, അത് കീറിപ്പോയി നിൽക്കുക, വീണ്ടും എഴുതി പറ്റിക്കുക. അങ്ങനെ ഒരു കൊല്ലം അതിന്റെ പ്രചരണം നടത്തണം. ആ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ആ പൈസ അവന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, താൽക്കാലികമായി എടുക്കാൻ പോലും പാടില്ല.
ഒരു കൊല്ലം പരസ്യം നടത്തി എന്നിട്ട് ആള് തിരിച്ചു വരണില്ല നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യാം, അത് അവന് ഉപയോഗിക്കാം, ആ പൈസ അവന് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴാണ് അതിന്റെ ഉടമസ്ഥൻ തെളിവുമായി വരുന്നത് അപ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം, എപ്പോ വന്നാലും. അതാ നേരെ മറിച്ച് ഇപ്പോ വലിയ 1000 ഒന്നുമില്ല, വലിയ സംഖ്യ ഒന്നുമില്ല. ജനങ്ങൾ സാധാരണ അത്ര വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു പൈസയാണ്. ഇപ്പൊ ഒരു 50 റുപ്യ കിട്ടി നിൽക്കുക, അപ്പൊ ഒരു കൊല്ലം ഇങ്ങനെ പിന്നെ പരസ്യപ്പെടുത്തണം, അതൊന്നും വേണ്ട. 50 റുപ്യ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു സംഖ്യ ഒന്നല്ല. അത് ആ സാധാരണ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് 1-2 ദിവസം ചോദിച്ചാൽ മതി. കാരണം കുറച്ച് പൈസ പോയിട്ടുണ്ടാ, ഇനി കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, തെളിവായിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കൂട്ടാ എന്ന് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നമ്മുടെ അങ്ങാടിയിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചറിഞ്ഞാൽ മതി. 1-2 ദിവസമൊക്കെ വിളിച്ചറിഞ്ഞാൽ മതി. എന്നിട്ട് ആരും വരണില്ല, എന്നാൽ അത് തൽക്കാലമായിട്ട് അവനെടുക്കാം. പക്ഷെ അവിടെയും തന്നെ എപ്പോഴാണ് ആള് വരുന്നത് അപ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ ആ കിട്ടിയ സംഖ്യയുടെ മൂല്യത്തിനനുസരിച്ചാണ് പരസ്യപ്പെടുത്തേണ്ടുന്ന കാലാവധി ദീർഘിക്കലും കുറയലൊക്കെ. അപ്പൊ 50 റുപ്യക്കാണെങ്കിൽ അങ്ങനെ, ഒരു 500 റുപ്യ ആണെങ്കിലോ, 500 റുപ്യ ആണെങ്കിൽ ഇപ്പൊ ഒരു മാസം 1 മാസം 2 മാസമൊക്കെ ഒന്ന് പരസ്യപ്പെടുത്തേണ്ടി വരും 500 റുപ്യക്കാണെങ്കിൽ. അപ്പൊ എത്ര വലിയ സ്വത്താണെങ്കിലും ശരി, ഒരു കൊല്ലത്തിനേക്കാളും അപ്പുറം പരസ്യപ്പെടുത്തേണ്ടതില്ല. പിന്നെ അതിന്റെ മൂല്യത്തിന്റെ കുറവനുസരിച്ച് പരസ്യപ്പെടുത്തേണ്ടുന്ന കാലാവധി കുറയുകയും ചെയ്യും. കെഫീൽ പറഞ്ഞു ഒഴിവാക്കാൻ, അത് നമുക്ക് ഉപയോഗിക്കാമോ? ഒഴിവാക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ കൈയോണ്ട് തൊട്ടാലേ നിങ്ങൾ അതിന്റെ ഉത്തരവാദിയാണ് എന്ന്. അപ്പൊ അതിന്റെ ആ ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. 2 കുപ്പി വെള്ളമാണ് ഇപ്പൊ ഒരു കൊല്ലം ഇങ്ങനെ വിളിച്ചറിയൊന്നും വേണ്ട. 1-2 ദിവസമൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊന്ന് പ്രചരണം നടത്തുക, എന്നിട്ട് ആരും വരണില്ല നിൽക്കുക. എന്നാലും അത് എടുത്തു വെച്ചാൽ കേട് വരും നിൽക്കുക. ആ സാധനം എടുത്തു വെച്ചാൽ കേട് വരും, അങ്ങനത്തെ സാധനമാണ്. എന്നാൽ അത് അവന് ഉപയോഗിക്കാം. പക്ഷേ ഇനി ആള് വന്നാൽ അത് വില കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്, അതിന് വില കൊടുക്കണം. അതല്ല പകരം കൊടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പകരം കൊടുക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇത് SKSF ഔദ്യോഗിക റൂമാണോ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. SKSFന്റെ ഔദ്യോഗിക റൂമാണ്. എന്താല്ലേ, ഫ്ലൈറ്റിലാണ് എനിക്ക് ജോലി. ഫ്ലൈറ്റിലേത് ഏത് സംസമടത്തിന്റെ കാര്യമാണ്? അതെ, അത് ഇത്ര വേണ്ടാന്ന്. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടി നിൽക്കുക. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, ആ ഫ്ലൈറ്റിൽ നിന്ന് ആൾ ഇറങ്ങുന്നതിന്റെ മുമ്പായിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി. ആരെയും 2 ഇത് പോയിട്ടുണ്ടാ നോക്കണം, ആരും വരണില്ല നിൽക്കുക. അത് ശരി, ഫ്ലൈറ്റ് പറഞ്ഞ ഇതാണല്ലേ, ബിൽഡിങ്ങിന്റെ ഫ്ലാറ്റ് ആണ്. ഞാൻ ഫ്ലൈറ്റ് പ്ലെയിനിന്റെ ഇതാണ് വിചാരിച്ചത്. ഇത് ബിൽഡിങ്ങിന്റെ ഫ്ലാറ്റ് അല്ലേ? ആ ബിൽഡിങ്ങിലാണെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വിഷയം അതാണ്. ഇപ്പൊ 2 കുപ്പി വെള്ളമാണെങ്കിൽ ഒരു കൊല്ലം ഇങ്ങനെ വിളിച്ച് നടക്കൊന്നും വേണ്ട. 2 കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു വല്ലാത്ത വില മതിക്കുന്ന സാധനം എന്നല്ല ഇപ്പൊ അതൊന്നും, അല്ലേ? വലിയ വില പിടിപ്പുള്ള സാധനം എന്നല്ല. അപ്പൊ തൽക്കാലം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെ 1-2 ദിവസമൊക്കെ ഒന്ന് ചോദിക്കണം. എന്നിട്ട് ചോദിച്ചിട്ട് ആരും വരണില്ലെങ്കിൽ അത് അവന് ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴാണ് ആള് വരുന്നത് എങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ അത് കുടിക്കൽ കഴിഞ്ഞാലല്ലേ, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ബദല് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ബദല് കൊടുക്കണം. ഇനി അതല്ല വില കൊടുക്കാൻ പറ്റുന്ന സാധനം വില കൊടുക്കണം. ഇനി അയാൾ പൊരുത്തപ്പെടുകയാണെങ്കിൽ ഇന്ന പ്രശ്നമൊന്നും ചെയ്യുന്നു. അപ്പോ ഇനി എന്താണ്, ഇനി വേറെ ചോദ്യങ്ങളൊന്നുമില്ല, ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കുറെ ആളുകൾ എന്നോടിപ്പോ നേരത്തെ ആള് ദ്വായിലൊക്കെ ഉൾപ്പെടുത്തണട്ട, ക്ലാസ് റൂമിൽ ദ്വാ ചെയ്യുമ്പോൾ നമ്മളും പറയണട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പല ആളുകളുണ്ട്, നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും. അവരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ കുറിച്ച് ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എവിടെയും നമ്മെ അള്ളാഹു വഷളാക്കാതിരിക്കട്ടെ, ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. ഈ വിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരെയും നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ പടക്കം പുറത്തു തരികയും ഇനിയുള്ള കാലത്ത് അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പ്രായത്തിലായിക്കൊണ്ട് ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മക്കൾക്കൊക്കെ അള്ളാഹു ഉന്നതമായ വിജയം നൽകുകയും അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിനും ദീനിനും മുസ്ലിം ഉമ്മത്തിനും ഉപകരിക്കുന്നവരാക്കുകയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൊക്കെ മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച്
സ്വർഗം കണ്ടു മരിക്കുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? പൈസ ചോദിച്ചപ്പോ എന്നോട് ഒരാൾ വിളിച്ചു, ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഈ കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾക്കൊരു 50,000 റുപ്യ കടം കൊടുത്തു. അപ്പൊ അത് 10 ആളായിരുന്നു വാങ്ങിക്കാണ്ട് കൊടുക്കണം. അപ്പൊ അതിന് എങ്ങനെ സക്കാത്ത് കൊടുക്കണം? വേറെ 10 ആൾക്കാർക്ക് കടം വാങ്ങിക്കാണ്ട് കൊടുത്തത്, അതിന് സക്കാത്ത് എങ്ങനെയാ? പത്താൾക്ക് കടം വാങ്ങി കൊടുക്കുക. കടം കൊടുത്ത് അതിന്റെ പേരിലല്ല സക്കാത്ത്. ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുത്തു, ആ കടം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലല്ല സക്കാത്ത്. പിന്നെയോ ആ സ്വത്ത് അയാളുടേതാണോ എന്നുള്ളതാണ്. ഇന്റെ 50,000 റുപ്യ ഉണ്ട്, ആ 50,000 റുപ്യ എന്റേതാണ്. അത് ഞാൻ വേറെ ആൾക്ക് കടം കൊടുത്താലും അത് എന്റേതാണല്ലോ. അപ്പൊ നിസാബ് തികയുന്ന സംഖ്യ എന്റെ കയ്യിലുണ്ട്, അതിൽ എനിക്ക് കിട്ടാനുണ്ട്. എന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം, അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. ഒരു വർഷം അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ. നേരെ മറിച്ചല്ല, ഞാൻ 50,000 റുപ്യ 10 ആളെടുത്തുനിന്ന് 5,000 റുപ്യ വാങ്ങിയിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. ഞാൻ അവരുടെ അടുത്തുനിന്ന് പിന്നെ മിൽക്കാക്കി വാങ്ങിയതല്ല, ഞാൻ സഹായിച്ചതാണ് അവിടെ. അപ്പൊ അതിന്റെ പൈസ അല്ല. ഞാൻ വേറെ ആൾ 10 ആളെടുത്ത് വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് സക്കാത്ത് ഞാൻ കൊടുക്കണ്ട. അതേ സമയത്ത് ഞാൻ 10 ആളെ അടുക്കൽ നിന്ന് 5,000 റുപ്യ കടം ഇങ്ങോട്ട് വാങ്ങി, ഞാൻ ഇങ്ങോട്ട് വാങ്ങി. 10 ആളടുത്ത് 5,000 രൂപ വീതം ഞാൻ കടം വാങ്ങി. അത് ഞാൻ എന്ത് ചെയ്ത് വേറെ 50,000 റുപ്യ ഞാൻ വേറെ ആൾക്ക് കടം കൊടുത്തു. എന്നാൽ ഞാൻ അതിന് സക്കാത്ത് കൊടുക്കണം. 50,000 സക്കാത്ത് ഞാൻ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത്? എന്റെ ഉടമസ്ഥതയിലുള്ള എനിക്ക് ഉടമപ്പെട്ട 50,000 റുപ്യ എന്റെ അടുക്കലുണ്ട്, അത് ഞാൻ വേറെ ആൾക്ക് കടം കൊടുത്താണ്. അതാണ് എനിക്ക് ആ കടത്തിന് എനിക്ക് ഒഴിവാകാമായിരുന്നു. എങ്ങനെയാകുമ്പോ ആ ഒരു വർഷം പൂർത്തിയാണതിന് മുമ്പായിട്ട് ഞാൻ അതെന്ത് ചെയ്ത് പിന്നെ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചു കൊടുത്തു. ഇയാൾക്ക് വാങ്ങിട്ട് ഉടമസ്ഥനെ തിരിച്ചു കൊടുത്തു നിൽക്കുന്ന ഞാൻ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ എനിക്ക് ഉടമപ്പെട്ട, എനിക്ക് ക്രയവിക്രയാവകാശം ഉള്ള സംഖ്യ എന്റെ അടുക്കലുണ്ട്. അത് നിസാബ് തികയുന്ന സംഖ്യ ഉണ്ട്. അത് എന്റേതാവട്ടെ വേറെ ആളതാവട്ടെ, വേറെ ആൾക്ക് ഞാൻ കടം വാങ്ങിയതാട്ടെ, അതിലെനിക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനത്തെ സംഖ്യ എന്റെ അടുക്കൽ ഉണ്ടായി. ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന് ഒഴിവാണെങ്കിലുള്ള മാർഗം എന്താണ്? ഒരു വർഷം തേണതിന് മുമ്പ് വേഗം അത് അതിന്റെ ഉടമസ്ഥനെ തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വേറെ വിഷയത്തിലേക്ക് അത് ഇറക്കുക. എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും. വേറെന്താണ്? അബൂ റാഷിദ് ഉസ്താദിന്റെ ബാപ്പാക്ക് സുഖമില്ല, അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫ അല്ലാഹു തആല ഈ മാസത്തിന്റെ പുണ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ജാബ് ബർക്കത്ത് കൊണ്ട് നൽകട്ടെ. പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. എന്നാ ഞാൻ മൈക്കെടുത്തോളി. ഇനി റിക്കാർഡ് പ്ലേ ചെയ്യേ, അതിലെങ്കിൽ എം ടി ദാരിമി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.